ഹായ് ഫ്രണ്ട്സ്, വീക്ക് 7 വീഡിയോ 16ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും എന്റെ ലൈവ് സെഷൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് ഔട്ട്. ലൈവ് സെഷൻ എല്ലാ സൺഡേയും 11 to 11:40 AM ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലൈവ് ക്ലാസിന്റെ സൂമിലെ ലിങ്ക് ടെലിഗ്രാം ചാനലിലാണ് ഷെയർ ചെയ്യുന്നത്. അതിനാൽ എത്രയും പെട്ടെന്ന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കുറച്ച് സ്പെഷ്യൽ ആണ്. എങ്ങനെ പവർഫുൾ ആകാം, അതിന്റെ സീക്രട്ട് ആണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വൈ നോട്ട് ബിഗിൻ വിത്ത് എ സ്റ്റോറി. ഹാൻസലും ഗ്രേറ്റലും വനത്തിൽ പോയി. അവിടെ അവർ ഒരു വളരെ ഫണ്ണി ഹൗസ് കണ്ടു. ആ വീട് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ വീടിന്റെ റൂഫ് കേക്ക് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് വിൻഡോസ് കാൻഡീസ് കൊണ്ടും. മൊത്തത്തിൽ ഒരു കളർഫുൾ ക്രീമി ലുക്ക് ആയിരുന്നു ആ വീടിന്. ടയർഡായി വന്ന കുട്ടികൾക്ക് ആ വീട് കണ്ടപ്പോൾ വിശപ്പ് തോന്നി. അപ്പോൾ അവർ ആ വീടിനടുത്ത് ഓടിച്ചെന്നു. അവർ ആ വീടെടുത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ അതിന്റെ അകത്തുനിന്ന് ഒരു വിച്ച് ഇറങ്ങി. ആ വിച്ച് അവരെ വീടിന്റെ അകത്ത് നല്ല ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ കുട്ടികൾ അകത്ത് കയറിയതിനു ശേഷമാണ് അതിനകത്തെ അന്തരീക്ഷം വളരെ ഡിഫറെന്റ് ആണ് അവർക്ക് മനസ്സിലായത്. അവർക്ക് മനസ്സിലായി ഈ വിച്ച് അവരെ തിന്നാൻ പോവുകയാണെന്ന്. വിച്ച് ഹാൻസലിനെ ഒരു കേജിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് ഗ്രേറ്റലിനെ കൊണ്ട് അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചു. ഹാൻസലിന്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രേറ്റലിനോട് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഹാൻസൽ പ്ലം ആവും. പ്ലം ആയ ഹാൻസലിനെ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് വിച്ച് പറഞ്ഞത്. ഗ്രേറ്റൽ വളരെ മിടുക്കിയായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ബ്രദറിനെ രക്ഷിക്കണം ചിന്തിച്ചപ്പോഴാണ് അവൾക്ക് ഒരു ഐഡിയ കിട്ടിയത്. അവൾ അപ്പോൾ ക്യാൻ പോഷൻ ഉണ്ടാക്കി. പോഷൻ ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ്. അത് കുടിക്കുന്നവർക്ക് മാജിക്കൽ പവേഴ്സ് കിട്ടും. ക്യാൻ പോഷൻ ഉണ്ടാക്കിയിട്ട് അത് അവൾ കുടിച്ചു. ക്യാൻ പോഷൻ കുടിച്ചതോടെ അവൾ വളരെ പവർഫുൾ ആയി മാറി. വിച്ച് ഗ്രേറ്ററിനോട് പറഞ്ഞു ഇനി ഹാൻസലിനെ തിന്നാൻ പോവുകയാണ്. അതിന് ഓവൻ ചൂടാക്കാൻ പറഞ്ഞു. പക്ഷെ ഗ്രേറ്റൽ അഭിനയിച്ചു അവൾക്ക് ഓവനെ കുറിച്ച് ഒന്നും അറിയില്ല. ഗ്രേറ്റൽ അവളുടെ മുഴുവൻ പവർ ഉപയോഗിച്ച് വിച്ചിനെ ആ ഓവനിന്റെ അകത്തോട്ട് തെള്ളിയിട്ടു. അങ്ങനെ ഹാൻസലും ഗ്രേറ്റലും അവിടുന്ന് രക്ഷപ്പെട്ടു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഐഡിയ ആണ് ക്യാൻ പോഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ക്യാൻ പോഷൻ കുടിച്ചാൽ നിങ്ങൾ പവർഫുൾ ആവും. സോ വൈ വെയിറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട്. യൂസ് ഓഫ് ക്യാൻ. ഇപ്പോൾ സ്റ്റോറീസ് നമ്മൾ ഒരിക്കലും മറക്കാറില്ല. അതിനാൽ ഈ സ്റ്റോറി നിങ്ങൾ ലൈഫ് ലോങ് ഓർത്തിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ക്യാൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മളുടെ എബിലിറ്റി, നമ്മളുടെ സ്ട്രെങ്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് ട്രക്ക് ഓടിക്കാൻ പറ്റും, എനിക്ക് പ്ലെയിൻ ഓടിക്കാൻ പറ്റും, എനിക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും, എനിക്ക് നന്നായിട്ട് മാത്സ് ചെയ്യാൻ കഴിയും. അങ്ങനെ അപ്പോൾ ഇത് ഫീൽ ചെയ്യുക. എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ക്ലൈംബ് ദ മൗണ്ടൻസ്, ഐ ക്യാൻ സ്വിം ദ സീസ്, ഐ ക്യാൻ ടെൽ ദ സ്റ്റോറീസ്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. അങ്ങനെ ഫീൽ ചെയ്യുക. ഓക്കെ. ശരിക്കും ഇംഗ്ലീഷിൽ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ട്. അഫർമേറ്റീവ്, നെഗേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ഇന്റർനെഗേറ്റീവ്. ഈ വീഡിയോയിൽ നമ്മൾ ക്യാന്റെ അഫർമേറ്റീവ് ആൻഡ് നെഗേറ്റീവ് യൂസസ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അഫർമേറ്റീവ് സെന്റൻസിന്റെ ഫോം എന്താണെന്ന് നോക്കാം. Subject plus can plus first form of the verb plus object. ഇപ്പോൾ നെഗറ്റീവ് ഫോം എങ്ങനെയാണ്? Subject plus can plus not plus first form of the verb plus object. ഇപ്പോൾ ഈ സെന്റൻസ് നോക്കൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ മലയാളത്തിൽ ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? നിങ്ങൾ സബ്ജക്ട്, ഇംഗ്ലീഷ് ഒബ്ജക്ട്, സംസാരിക്കാം, വേർഡ്, കഴിയും. അതാണ് നമ്മുടെ ക്യാൻ ഫോം. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? സബ്ജക്ട് plus can plus first form of the verb plus object. അപ്പോൾ നമ്മുടെ സെന്റൻസ് എങ്ങനെയായിരിക്കും? You can speak English. ഇപ്പോൾ സെക്കൻഡ് സെന്റൻസ് നോക്കാം. കിറ്റിക്ക് മരത്തെ കയറാൻ പറ്റും. Kitty can climb trees. I can give you a discount. എനിക്ക് നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് തരാൻ കഴിയും. I can break the door. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറയുന്ന സെന്റൻസസ് എന്നോടൊപ്പം ഉറക്കെ പറയുക. നിങ്ങൾ എവിടെയാണെങ്കിലും പ്ലീസ് സ്പീക്ക് ഔട്ട് ലൗഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. They can write the words. അവർക്ക് ആ വേർഡ്സ് എഴുതാൻ കഴിയും. My sister can read. എന്റെ സിസ്റ്ററിന് വായിക്കാൻ കഴിയും. You can sing. നിങ്ങൾക്ക് പാടാൻ കഴിയും. I can play football. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയും. She can swim like a fish. അവൾക്കൊരു മത്സ്യത്തെ പോലെ നീന്താൻ കഴിയും. Tina can speak several languages. ടീനയ്ക്ക് ഒത്തിരി ഭാഷകൾ സംസാരിക്കാൻ കഴിയും. My son can count to 100. എന്റെ മകന് 100 വരെ കൗണ്ട് ചെയ്യാൻ കഴിയും.
I can walk up the stairs. എനിക്ക് പടികൾ കയറാൻ കഴിയും. I can see you. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയും. We can hear the music. ഞങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കാൻ കഴിയും. അവൾക്ക് പഠിപ്പിക്കാൻ കഴിയും. She can teach. അവൾക്ക് ഭംഗിയായി പാടാൻ കഴിയും. She can sing melodiously. I can see the stars. എനിക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. ഇപ്പോൾ നെഗറ്റീവ് യൂസ് ഓഫ് can നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതിന്റെ റൂൾ വളരെ സിമ്പിൾ ആണ്. സബ്ജക്ട് പ്ലസ് can പ്ലസ് നോട്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ verb പ്ലസ് ഒബ്ജെക്ട്. അപ്പോൾ canന്റെ ഫോമിന്റെ കൂടെ നമ്മൾ ഒരു നോട്ട് കൂടി ചേർക്കുക. ഇപ്പോൾ ഇത് ഷോർട്ടിൽ നമുക്ക് can't എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, she cannot walk fast. She can't walk fast. അപ്പോൾ ശരിക്കും റൂൾ എന്താണെന്ന് വെച്ചാൽ സബ്ജക്ട് പ്ലസ് മോഡൽ വെർബ്. can ഒരു മോഡൽ വെർബ് ആണ്. സബ്ജക്ട് പ്ലസ് മോഡൽ വെർബ് പ്ലസ് നോട്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജെക്ട്. അപ്പോൾ ഇത് മൊഡാൽ എന്നൊന്നും പ്രൊനൗൺസ് ചെയ്യരുത്. ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണ്? മോഡൽ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. യു കാൻ't go out in the rain. I can't cook food. I'm very tired. എനിക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല. ഞാൻ വളരെ ക്ഷീണിതയാണ്. You can't talk loudly in the class. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയില്ല. I can't go to the festival. എനിക്ക് ഉത്സവത്തിന് പോകാൻ കഴിയില്ല. I can't walk very fast. I can't jump from this height. എനിക്ക് ഉയരത്തിൽ നിന്ന് ചാടാൻ കഴിയില്ല. I can't believe it. എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. I can't travel now. എനിക്കിപ്പോൾ യാത്ര ചെയ്യാൻ കഴിയില്ല. I can't hear the teacher. എനിക്ക് ടീച്ചർ പറയുന്ന കേൾക്കാൻ കഴിയില്ല. I can't wait for an hour. എനിക്ക് ഒരു മണിക്കൂർ കാത്തിരിക്കാനാവില്ല. I can't understand what she says. അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. I can't remember. എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. Susan can't play tennis. സൂസന് ടെന്നീസ് കളിക്കാൻ കഴിയില്ല. This can't be a real diamond. ഇതൊരു ഒറിജിനൽ ഡയമണ്ട് ആവാൻ സാധ്യതയില്ല. You can't live without water. നിങ്ങൾക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. I can't live that kind of life. എനിക്ക് അത്തരത്തിൽ ഉള്ള ജീവിതം നയിക്കാൻ കഴിയില്ല. I can't stand this hot weather. ഈ ചൂടുള്ള കാലാവസ്ഥ എനിക്ക് സഹിക്കാൻ കഴിയില്ല. You can't stay here all day. നിങ്ങൾക്ക് ദിവസം മുഴുവൻ ഇവിടെ താമസിക്കാൻ കഴിയില്ല. I can't wait to go for a vacation. എനിക്കൊരു വെക്കേഷനായി കാത്തിരിക്കാൻ കഴിയില്ല. There are a lot of problems we can't avoid. നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്. I can't carry this heavy box. എനിക്ക് ആ കനത്ത പെട്ടി ചുമക്കാൻ കഴിയില്ല. I can't concentrate on my studies. പഠിത്തത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. So friends, it's time for the practice exercise. കമന്റ്സിൽ നിങ്ങളുടെ ഉത്തരം അറിയിക്കുക. Our topic for this week is drug abuse and human trafficking.